വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അത് PSC 31/12/23 നോട്ടിഫിക്കേഷൻ പ്രകാരം 640/2023 കാറ്റഗറി നമ്പർ 640/2023 ഇതിലാണ് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന തസ്തികയിലോട്ട് സഹകരണ വകുപ്പിൽ, ഇപ്പോൾ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ ഇൻസ്പെക്ടർ പോസ്റ്റിലോട്ടുള്ള അപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത്. ഇത് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല ഉദ്യോഗാർത്ഥികൾക്ക്. ഇത് വേക്കൻസി ഇപ്പോഴ് പറഞ്ഞിരിക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, അവർ പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇതിൻ്റെ ലിസ്റ്റെല്ലാം വന്നു കഴിയുമ്പോൾ 2025-26 കാലഘട്ടത്തിൽ ധാരാളം വേക്കൻസികൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ സാധ്യതയുണ്ട്. ശമ്പള സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ 39,300, 83,000 അതാണ് ശമ്പള സ്കെയില്. ഇത് വേക്കൻസിയിൽ 4% ഒഴിവുകൾ ഭിന്നശേഷി വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുണ്ട്. 1/23 GOP 5/23 സർക്കാർ ഉത്തരവ് പ്രകാരം 4% ഒഴിവുകൾ ഭിന്നശേഷി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18-37 ആണ്. 18 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാം. ജോലിയിലുള്ളവർക്ക്, അതായത് സഹകരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക്, അവരെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ അപ്പെക്സ് റീജിയണൽ അതുപോലെ തന്നെ സെൻട്രൽ സഹകരണ സ്ഥാപനങ്ങളിലെ സൂപ്പർവൈസർമാർ, ഇൻസ്പെക്ടർമാർ, അതുപോലെ മിനിസ്റ്റീരിയൽ ജീവനക്കാർ, അതുപോലെ സംസ്ഥാനത്തെ പ്രൈമറി സഹകരണ സ്ഥാപനങ്ങളിലെ മാനേജർ, ക്ലർക്ക്, സെക്രട്ടറി, ഇവർക്കെല്ലാം അപേക്ഷിക്കാം. അവരുടെ പ്രായപരിധി എന്ന് പറയുന്നത് 1/1/2023 38 വയസ്സ് തികയാൻ പാടില്ല. അപ്പോൾ ഇത് വയസ്സിളവിനെ സംബന്ധിച്ച കൂടുതൽ വ്യവസ്ഥകളെല്ലാം പൊതു വ്യവസ്ഥകൾക്ക് അകത്ത് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കും, നമുക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ തവണ BTech പാസ്സായവർക്ക് HDC ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഏതെങ്കിലും ഡിഗ്രി മതി. അതായത് ഒരു UGC അംഗീകൃത സർവകലാശാലയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏത് ബിരുദമാണേലും കുഴപ്പമില്ല. അതിനോടൊപ്പം HDC അല്ലെങ്കിൽ HDCM, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, HDCM. അത് HDC ആൻഡ് BM ഉൾപ്പെടെ ഉള്ളതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതുപോലെ ഡിഗ്രിയോടൊപ്പം തന്നെ JDC പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. അതുപോലെ സബോർഡിനേറ്റ് പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളവർക്കും ഡിഗ്രിയോടൊപ്പം, അത് സബോർഡിനേറ്റ് പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് നേരത്തെ JDCക്ക് മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തിയിരുന്ന കോഴ്സാണ്. അത് പൂർത്തിയാക്കിയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. അല്ലെങ്കിൽ BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കോഴ്സാണ് BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. അത് പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാം.
പിന്നെ ബികോം വിത്ത് കോപ്പറേഷൻ, ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബികോം കോപ്പറേഷൻ ഐച്ഛിക വിഷയമായി ബികോം പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അവസരമാണ്. ഉള്ള ധാരാളം കുട്ടികളുണ്ട്. അവരെല്ലാം ഇത്തവണ ഇത് അപേക്ഷിക്കണം. നല്ല രീതിയിലുള്ളൊരു പരീക്ഷ, മിക്കവാറും ഇതിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് ഇപ്പം PSC പറഞ്ഞിരിക്കുന്ന അവർ ടെൻറ്റേറ്റീവ് ഡേറ്റ് സെപ്റ്റംബർ ടു നവംബറാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ആയിട്ടാണ് സാധാരണ 2024 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിട്ട് പരീക്ഷ നടത്തണം എന്നുള്ളൊരു ഇതിലാണ് അവർ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇത് പറഞ്ഞിരിക്കുക, ടെൻറ്റേറ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറാകാൻ നമുക്ക് സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. ഇതിനകത്ത് സിലബസ് വന്നിട്ടില്ല എങ്കിലും കഴിഞ്ഞ തവണത്തെ സിലബസ് വെച്ച് നോക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ആയിരിക്കും വരിക. റിട്ടേൺ എക്സാമിനേഷനെ സംബന്ധിച്ച് കോപ്പറേഷൻ, ഇന്ത്യൻ കോപ്പറേഷൻ, ഫോറിൻ കോപ്പറേഷൻ ഉൾപ്പെടെയുള്ള കോപ്പറേഷൻ, കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്, ഓഡിറ്റിങ്, കോപ്പറേറ്റീവ് ലോയ്, അതുപോലെ മോഡേൺ ബാങ്കിങ്, പിന്നെ കമ്പ്യൂട്ടർ, സൈബർ ലോ, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ തവണ ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ അതേ രീതിയിൽ ആ സിലബസ് പ്രകാരം ആയിരിക്കാം നമ്മൾ ഇപ്പോഴേ അതൊക്കെ തയ്യാറാകുക. ഏതായാലും അതിനകത്ത് വലിയ മാറ്റങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ ഇതിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞാലാണ് ലിസ്റ്റ് ഇതിൽ പാസ്സായിട്ടുള്ളവരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇപ്പോഴത്തെ നിലവിലുള്ള ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അടുത്ത വർഷം 2020, അതായത് ഈ വർഷം 2024 ഒക്ടോബറിൽ അവസാനിക്കും. അപ്പോൾ ഒക്ടോബറിൽ അവസാനിക്കുമ്പോഴത്തേക്ക് ഇത് തയ്യാറാക്കത്തക്ക രീതിയിൽ അന്നേരം തന്നെ പരീക്ഷ നടത്തി ലിസ്റ്റ് വരത്തക്ക രീതിയിലാണ് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. എക്സാമിനേഷൻ ബോർഡിൻ്റെ ധാരാളം പരീക്ഷ എഴുതുന്നവർക്കും ഇത് പ്രയോജനപ്പെടും. കാര്യം ആ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചാൽ മതി, കമ്പ്യൂട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.